ഒരു ജലദോഷം വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ചുമച്ചിട്ട് എനിക്കിപ്പോൾ ഒട്ടും വയ്യ കേട്ടോ. നെഞ്ചിന്നൊക്കെ വേദനയാവുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. ഓരോ ദിവസം ഇടവിട്ടാണ് ഇപ്പോൾ കുളിക്കുന്നത്. അപ്പോൾ രാവിലെ കുളിച്ചിട്ടില്ല. മേല് കഴുകി വന്ന് ഒന്ന് ഞാൻ തന്നെ സ്വയം സുന്ദരിയായി. പിന്നെ ഞാനിതാ സാൻവിനെ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. മുടി കെട്ടുകയാണ്. മുടി കെട്ടുന്നതിനിടയിൽ വസുവാണെങ്കിൽ ഞാൻ ക്യാമറ വെക്കുന്നിടത്തുനിന്ന് ഒക്കെ എടുത്തിട്ട് തള്ളിയിടുന്നതാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാൻ ഓരോ സ്ഥലത്ത് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതായിരുന്നു കേട്ടോ. നമ്മുടെ കല്ലുമ്മക്കായ ഇല്ലാണ്ട് കല്ലുമ്മക്കായ പൊരിച്ചതുപോലെയുള്ളൊരു സാധനം അമ്മയുടെ സ്പെഷ്യലാണ്. അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ വാവ് എന്നാണ് കേട്ടോ വസു പറയുന്നുണ്ടായിരുന്നത്. വസുവിന് ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ സാൻവിനെ വണ്ടി വന്നപ്പോൾ അയച്ചു. പിന്നെ ഞാനും ലാലോടനും അമ്മയൊക്കെ ഇരുന്നിട്ട് ചായ കുടിച്ചു. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ വസ്കുട്ടനെ നമ്മളുടെ അംഗനവാടിയിലേക്ക് വിടണം. എന്താണെന്നറിയില്ല, എൻ്റെ കുട്ടിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അംഗനവാടിയിൽ പോകാൻ വേണ്ടിയിട്ട്. കുളിക്കാനും ഒരുങ്ങാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് നേരം എന്നെ ഒന്ന് നോക്കും. പിന്നെ ഞാനിങ്ങ് പോയി കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു. അപ്പോൾ ഓനോൻ്റെ ബാഗൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുക്കട്ടെ വസു എന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് കാണിക്കുമല്ലോ, അത് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഭസ്മക്കുറിയൊക്കെ തൊട്ട് കൊടുത്ത് എൻ്റെ മുത്തിന് ഞാൻ അംഗനവാടിയിലേക്ക് പറഞ്ഞേക്കാണ്. ലാലോട്ടൻ പോകുമ്പോൾ ലാലോട്ടൻ്റെ കൂടെ തന്നെയാണ് പോയത്. അതാകുമ്പോൾ എനിക്ക് നടക്കാണ്ട് അങ്ങ് എത്തുമല്ലോ. അതിനുശേഷം ഇന്ന് സാൻവിക്ക് ഉച്ചവരെ സ്കൂൾ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എത്തി, ഞാൻ തിരിച്ചെത്തി. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും സാൻവി തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ, ഒരു 12:30 ആകുമ്പോഴത്തേക്ക്. അപ്പോൾ രാവിലെ പോകുമ്പോൾ തലയിലൊരു പെയിന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ കാത്തിരിക്കും. വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി. പിന്നെ കുട്ടി സ്നാക്സ് മര്യാദക്ക് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പറയുന്നുണ്ടായി അമ്മ വല്ലാണ്ട് വിശക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി വരാൻ പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് മാറിയില്ല, ഉള്ളിലുള്ള പെറ്റിക്കോട്ട് ഇട്ടിട്ട് ഓളവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അന്നേരം വേഗം ഒക്കെ ഫുഡ് എടുത്ത് കൊടുത്തു. ഓൾ അതും അങ്ങനെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ ശരി, ബൈ.